എനിക്ക് അസ്ട്രോളജി അറിയാം, എന്റെ ലൈഫിലെ പോസിബിലിറ്റീസ് എവിടെയാണ് വരുന്നതെന്ന് എനിക്കറിയാം, എന്റെ ലൈഫിലെ കഷ്ടതകൾ വരാനുള്ള സമയം ഏതാണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ പോസിബിലിറ്റീസ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ അങ്ങനെ ഫോക്കസ് ആയിട്ട് നിൽക്കാനും ഈ കഷ്ടതകൾ വരുമ്പോൾ അതിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനും പ്രേരണ വളരെ രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു 2010 തൊട്ട് 2012 വരെയുള്ള സമയം വളരെയധികം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സമയമായിരുന്നു. അത് ലീഗലി എന്റെ ഇറസ്പോൺസിബിളായിട്ടുള്ള ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് സ്റ്റൈലുകൾ കൊണ്ടാണ്. ആരെയും ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. നമ്മൾ കുറേ നാള് നമ്മുടെ യൂത്തിന് നമ്മുടെ ലൈഫ് മിസ്യൂസ് ചെയ്തു, ഓരോ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്തില്ല. നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ ആരെയും അനുസരിക്കാനുള്ളത് നമ്മൾ ശരിക്കും പഠിച്ചില്ല. നമ്മുടെ കയ്യിലെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ഹിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. യൂത്ത് എന്ന് പറയുന്ന സ്റ്റേജ് മിസ്യൂസ് ചെയ്യുന്ന എല്ലാവരും വളരെ ദയനീയമായിട്ടുള്ള അഡൽട്ട്ഹുഡും വളരെ ദയനീയമായിട്ടുള്ള ഓൾഡ് ഏജുമാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ജനമായിട്ടുള്ള അൽഫ ഉള്ള ആൾക്കാരെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സ്റ്റേജിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ യൂസിക്കുന്നുണ്ടെങ്കിൽ വയസ്സാൻ കാലത്ത് ഓക്കെ യങ് ഏജിൽ നമുക്ക് ധാരാളം പോസിബിലിറ്റീസ് അതിന് വെളിയിൽ വരാണ്. പക്ഷേ ഓൾഡ് ഏജ് ആകുന്ന ഹെൽത്തില്ല, മെന്റൽ ഹെൽത്തില്ല, നമ്മുടെ ചുറ്റുപാടില്ല, നമ്മുടെ പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ലൈഫിൽ ഏതൊക്കെ കാര്യങ്ങൾ കൂടിയാണ് എപ്പോഴാണ് നമ്മൾ പോകേണ്ടത്? നമ്മൾ പോകുന്ന അവസ്ഥയിൽ നമ്മുടെ സ്വന്തം ചെയ്യാനും നമുക്ക് കുറച്ചുകൂടി ഷാർപ്പ്നെസ് എടുക്കാനും എല്ലാം പ്രയോജനം വളരെയധികം ആണെന്നുള്ളത്. ഇനി നിങ്ങളൊരു യുക്തിവാദി ആയിക്കോട്ടെ, ദൈവത്തിന്റെ മഹിമയെ വിശ്വസിക്കാത്ത ആളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിനോട് സംസാരിക്കാം. കാരണം എന്തോ എനർജി ഈ ലോകത്തെ മനുഷ്യരുണ്ടെന്നുള്ളത്. പ്രത്യേകിച്ച് ഞാനൊരു മതം വിശ്വസിക്കാത്ത ആളാണ്. മതം എന്ന് പറയുന്നത് തെറ്റ് നല്ല കാര്യമാണ്. പക്ഷെ മതത്തിന് എബോവാണ് ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ഏതെങ്കിലും മതത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അത് മുസ്ലിം മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, സനാതനമായിക്കോട്ടെ, ഇതൊന്നും നല്ല ദൈവം നിങ്ങൾക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു എനർജി ഒരു മതത്തിലേക്ക് ഇടിച്ച് ചേർക്കാൻ പറ്റുന്ന സമയമാണ് നമുക്ക് തോന്നുന്നത്. ദൈവം അങ്ങനെയല്ല. ദൈവം എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു എനർജിയാണ്, വളരെ ഭയങ്കരമായിട്ടുള്ള എനർജി. അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കൺസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫിലോസഫിക്കൽ തോട്ടിലാണ്. അത് ആരെങ്കിലും ആയിക്കോട്ടെ, മോഹനന്റെ ആയിക്കോട്ടെ, ശൂന്യം ആയിക്കോട്ടെ, ജീസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുഹമ്മദ് നബി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അതിൽ പറയുന്നത് മാത്രമാണ് ദൈവത്തിന്റെ എനർജി എന്ന് പറയുന്നത്. ആ ഒരു എനർജിയെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാകുന്നതാണ്. അതിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അടുത്ത വർഷം ഇതേ സമയം നിങ്ങൾ ലഭിക്കുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കില്ല. അടുത്ത വർഷം ഇതേ സമയം ഡെയിലി പ്രയർ, ഡെയിലി ഒരു 10 മിനിറ്റ് സമയം തീർച്ചയായിട്ടും ലൈഫിലൂടെ ഭക്ഷണത്തിൽ പോലും നോക്കണമെന്നില്ല, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നതാണ്. ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഉപനിഷത്തുകളിലാണെങ്കിലും വേദങ്ങളിലാണെങ്കിലും ഈ ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മുടെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്യുന്ന രീതിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവരുടെ ഐഡിയ ആയിട്ട് ഇസ്ലാമിക് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞെന്ന് പ്രാർത്ഥന. പക്ഷെ അവർക്ക് അങ്ങനെയാണ് പ്രാർത്ഥനയെങ്കിൽ അവിടെയാണ് ഒരു സബ്കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻസ് പള്ളിയിൽ പോയി കുർബാന പോകുമ്പോഴായിരിക്കും അവരുടെ മൈൻഡിനെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്നത്. ഹിന്ദുസ് ആണെങ്കിൽ അമ്പലത്തിൽ പോയി പൂജ ആദ്യ കർമ്മങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് മൈൻഡിനെ അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്യാൻ പറ്റുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത് പ്രയർന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ളതാണ്. അതിന് നമ്മൾ ആരുമായിക്കോട്ടെ, നമ്മൾ ഇതുവരെ വളരെ മോശമായിട്ട് ജീവിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വളരെ പരിതാപകരമായിട്ട് ജീവിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, നമ്മൾ ഒരു സ്റ്റേജായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിൽ പ്രയർന്ന് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ഭയങ്കരമായിട്ട് കഴിയും. പക്ഷേ അതിനർത്ഥം നമുക്ക് തോന്നിച്ചായിട്ടുള്ള നെഗറ്റീവ് ഇവന്റെയും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതാണ്. നമ്മൾ പോസിറ്റീവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വഴിയിൽ തെളിയുന്നു, നമുക്ക് പല രീതിയിൽ എടുക്കാം. തെളിയുന്നു പറ്റിയില്ല, ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തെളിയുന്നു ആൾക്കാരുണ്ട്, എൻ്റെ കയ്യിലൂടെ പോകുന്നുണ്ട്, ഇങ്ങനെ പല രീതിയിൽ എടുക്കാം.
നമ്മുടെ ലൈഫിനെ വേറൊരു പോസിറ്റീവ് ലെവലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്നത് വേറുകൊണ്ട് പുള്ളിയെ നമ്മുടെ ലൈഫിനെ നെഗറ്റീവ് ഉപയോഗം മാറുമെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞു. കാരണം ആസ്ട്രോളജി പഠിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി തോന്നില്ലാത്ത ഇഫക്റ്റുകൾ അത് നടക്കാനുള്ള എന്താണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള സർവൈവൽ ടെൻഡൻസി സർവൈവ് ചെയ്യാനുള്ള ചാൻസ് പ്രയർ ചെയ്യുന്നതിന് കൂടുതലാണ് എന്നുള്ളതാണ്. ഈ പ്രയർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ചില പല രീതിയിലുള്ള ധ്യാനങ്ങൾക്കും സൂപ്പർഫിഷ്യലായിട്ടുള്ള പ്രയറുകൾക്കും അത് പോയി പ്രയർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പ്രയർ രാവിലെ ഡെലിവറി ചെയ്യുന്നത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ മോസ്റ്റ്ലി സംസാരിക്കുന്നത് ഇത് കിടക്കാൻ പോകുന്നത് രാത്രിയാണെങ്കിലും എല്ലാ ദിവസവും ഒന്നും കിടക്കാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ പറയുന്നു. പക്ഷെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സംസാരിക്കുന്നത്. പക്ഷെ രാവിലെ എനിക്ക് ആഴ്ചകളിൽ പോകുന്നത് അതായത് 4:30 ആ സമയത്ത് ഒറ്റയ്ക്ക് വന്ന് ഞാൻ കഴിയാറുണ്ട്. ഞാൻ സംസാരിക്കാറുണ്ട്. എല്ലാ ആളുകൾക്ക് പറയാറുണ്ട്. ജീവിതത്തെ അറിയിക്കാറുണ്ട്. ജീവിതത്തെ ബ്ലെസ്സിങ്സിന് ഞാൻ നന്ദി പറയാറുണ്ട്. ചിലപ്പോൾ ദൈവത്തിലേക്ക് കൊടുക്കാൻ ചെയ്യാറുണ്ട്. അടുത്ത ദിവസത്തേക്ക് എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ ഭേദമാണ് ദൈവത്തിലേക്ക് ദൈവം ശരിക്കും ഞാൻ എന്റെ ഫ്രസ്ട്രേഷൻ നിർത്താൻ വേണ്ടി ഏതെങ്കിലും ഇന്നലെ രാവിലെ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വേദന ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് ഞാൻ പേരൻസുമായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു തത്വമുണ്ടായി. ഒരവസാനം എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വരികയും ഞാൻ കണ്ണു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അസ്ട്രോളജി ഫോളോ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ലൈഫിൽ പാടാണ്. കാരണം നമ്മൾ സ്പിരിച്വൽ ബീങ്സ് ആണ്. നിങ്ങൾ ഈ ബോഡി തന്നെ നമ്മുടെ ബോഡി അത് മോശമായിട്ടുള്ള ബോഡി പിന്നെ ആ സ്പിരിറ്റാണ്. അത് സ്പിരിച്വൽ ആയിട്ടുള്ള ബീങ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ സ്പിരിറ്റ് സ്പിരിറ്റ് ആ ഒരു ഫോർമസ് ആയിട്ടുള്ള ദൈവത്തിനടുത്ത് അല്ലെങ്കിൽ സ്പിരിറ്റ് ഫോമുള്ള ദൈവത്തിന് അടുത്തൊന്ന് മാറി എന്നുള്ള എക്സിസ്റ്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എത്രമാത്രം നിങ്ങൾ അതിനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നു ഈ സ്പിരിറ്റിന്റെ ഫോമിനെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും നമ്മുടെ സ്പിരിച്വൽ ഫോമിനെ കുറിച്ചും ദൈവത്തിന്റെ ഫോമിലും ആയിട്ടുള്ള പോയപ്പോ സൗണ്ട് പോയി ഡ്രാമ തുടങ്ങി. ഡ്രാമയൊക്കെ തുടങ്ങും. സൗണ്ട് ഉടനെ അങ്ങ് പോകും. സൗണ്ട് പോയേക്കുന്നു. നമുക്ക് സൗണ്ട് പോയ എവിടെ പോകുന്നതാണ്? അങ്ങോട്ട് പോകുന്നതാണോ സൗണ്ട് പോയാൽ? ഇവിടെ 90% ഉണ്ടല്ലോ. ഇതെന്തൊക്കെ സൗണ്ട് പോകാൻ കണക്റ്റഡ് ആണ്.